ഈ റോഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വാഹനങ്ങൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ പോകുന്നത് നിങ്ങൾക്ക് കാണാം. ചില വാഹനങ്ങൾ കൃത്യമായി ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നുണ്ട്, എന്നാൽ ചിലത് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നേയില്ല. വാഹനങ്ങൾ ഓടിക്കുന്ന സമയത്ത് കൃത്യമായി ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഏതെങ്കിലും ഭാഗത്തേക്ക് വാഹനം തിരിക്കുന്നുണ്ടെങ്കിൽ അത് മുന്നിലും ബാക്കിലുമൊക്കെയുള്ള വാഹനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയണം. അതിനാണ് പ്രോപ്പറായിട്ട് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ ഓൺ ചെയ്തു എന്ന് വിചാരിക്കാം. റൈറ്റിലേക്കുള്ള ഇൻഡിക്കേറ്റർ നിങ്ങൾ ഓൺ ചെയ്തു. അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് പലർക്കും അറിയില്ല. നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ കുറച്ച് മുന്നോട്ടേക്ക് പോയിട്ട് റൈറ്റിലേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു എന്നാണ്. പക്ഷേ പലരും ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കാതെയാണ് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത്. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലർ വിചാരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പോട്ടിന് റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ തിരിയാമെന്നാണ്. എന്താണ് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം? ഇവിടെ നിങ്ങൾ ആക്സിഡൻ്റ് ആയ ഒരു കാറ് കാണുക. കാറിൻ്റെ ലെഫ്റ്റ് ഫ്രണ്ട് കോർണർ ഇതാ ഈ ഒരു കണ്ടീഷനിലാണുള്ളത്. നല്ല ശക്തമായ ഇടിയാണ് സംഭവിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു ആക്സിഡൻറ്റ് നടന്നതെന്നറിയാമോ? ഒരു വാഹനം മുന്നിൽ നിന്ന് റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്ത് തിരിയാൻ വേണ്ടി നിൽക്കുന്നു. ആ ഒരു സമയത്ത് ഈ വാഹനം, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനം, നേരെ മുന്നോട്ടേക്കെടുത്ത് ആ വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായത്. നിങ്ങൾ ഓർക്കണം, ഒരു ഫാമിലിയിലെ മൊത്തം ആളുകളും ഈ വാഹനത്തിലുണ്ട്. ആ ഒരു സമയത്താണ് ആക്സിഡൻറ്റ് ഉണ്ടായത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നിന്നും മനസ്സിലാക്കേണ്ടത്? റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഓൺ ചെയ്ത് തിരിയാൻ നിന്ന വാഹനത്തിൻ്റെ അവസ്ഥ നിങ്ങൾ നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് വീണ്ടും വരികയാണ്. തൊട്ട് മുന്നിലുള്ള വാഹനം റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവർ കുറച്ച് മുന്നോട്ടേക്ക് പോയിട്ട് തിരിയാൻ പോകുന്നു എന്നാണ്. റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുകയും ആ സ്പോട്ടിന് തിരിയുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ കൃത്യമായി അതുതന്നെയാണോ സംഭവിച്ചത് എന്നറിയില്ല. ഇവിടുത്തെ ക്യാമറയൊക്കെ ചെക്ക് ചെയ്യേണ്ടി വരും എക്സാക്റ്റ് കാരണമറിയാൻ. മറ്റൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൈറ്റിലേക്കൊരു വാഹനം തിരിയാൻ ഇൻഡിക്കേറ്റർ ഇട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും ബാക്കിലുള്ള വാഹനം ലെഫ്റ്റ് സൈഡിലൂടെയാണ് ഓവർടേക്ക് ചെയ്ത് പോകേണ്ടത്. അത് മനസ്സിലാക്കാതെ റൈറ്റ് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതേപോലെയുള്ള അപകടങ്ങൾ ഉണ്ടായേക്കാം. ഇവിടെ കൃത്യമായി എന്താണ് സംഭവിച്ചതെന്നറിയില്ല. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എവിടേക്കെങ്കിലും തിരിയാൻ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യുന്നെങ്കിൽ കുറച്ച് മുന്നേ തന്നെ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്ത് വെക്കുക. നിങ്ങളുടെ ബാക്കിൽ വരുന്ന വണ്ടികൾക്ക് അല്ലെങ്കിൽ മുമ്പിലുള്ള വണ്ടികൾക്ക് കൃത്യമായി കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി ഒരു ഡിസിഷൻ എടുക്കാനുള്ള സമയം നിങ്ങൾ കൊടുത്തിരിക്കണം. അങ്ങനെ കൊടുക്കാതിരുന്നാൽ ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. തെറ്റായ രീതിയിലാണ് പലരും ഇൻഡിക്കേറ്റർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നാൽക്കവലകളിൽ സ്ട്രെയിറ്റായിട്ട് വാഹനം പോകുന്ന സമയത്ത് 4 ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഇത് തെറ്റായ ഒരു രീതിയാണ്. സ്ട്രെയിറ്റായിട്ട് പോകുന്നവർ ഒരിക്കലും 4 ഇൻഡിക്കേറ്റർ ഉപയോഗിക്കരുത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, പിന്നെ അവിടെ എന്താണ് ചെയ്യേണ്ടത്? അവിടെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. ഇൻഡിക്കേറ്റർ ഒന്നും ഉപയോഗിക്കാതിരിക്കുക. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ചെയ്യുക. ഇനി ഇത്തരം അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ.